ഹായ് ഡിയർ ഓൾ, എൻ്റെ ഇന്നത്തെ കുറച്ച് വീട്ടുവിശേഷങ്ങളാണ്. രാവിലെ കിച്ചണിലേക്ക് വന്നാൽ ആദ്യം കെറ്റിലിൽ വെള്ളം തിളപ്പിക്കുകയാണ് ചെയ്യാറ്. ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ വെള്ളം കുടിച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞാണ് ചായ ഇടാറ്. എന്നും ആദ്യം ചെയ്യുന്ന ജോലികളാണിവ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് മധുരക്കിഴങ്ങ്. അത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം മുളകും ഉള്ളിയും ചതച്ചതാണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിറച്ച് മുളകുണ്ടായിട്ടുണ്ട്. ചെറിയ ചെടികളാണ്, പക്ഷേ നിറച്ചുണ്ടായിട്ടുണ്ട്. കാന്താരിമുളകും പച്ചമുളകുമാണുള്ളത്. ഞാൻ അതെല്ലാം പോയി പൊട്ടിച്ചുകൊണ്ട് വന്നു. പിന്നെ അതും ചുമന്നുള്ളിയും നന്നായി ചതച്ചെടുത്ത് അല്പം ഉപ്പും വെളിച്ചെണ്ണയും വെള്ളവും ചേർത്ത് ശരിയാക്കിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ മധുരക്കിഴങ്ങ് തൊലി ചെത്തിയിട്ടാണ് പുഴുങ്ങുന്നത്. ഓരോന്നും പൊളിച്ചെടുത്ത് കഴിക്കുന്നതിനോട് ആർക്കും താല്പര്യവുമില്ല. അതൊക്കെ ലാവിഷായിട്ട് കഴിച്ചിട്ട് ഞാൻ പുറത്തേക്കിറങ്ങി. കണ്ടില്ലേ, ഇരുമ്പിൻ പുളി എല്ലാം പൊഴിഞ്ഞു പോവുകയാണ്. പക്ഷെ ചെറുതാണ്. ഞാൻ വന്നപ്പോഴേക്കും കുറെ പൊട്ടിച്ചെടുത്തിരുന്നു. പിന്നെ ഞാനും കൂടി. അതിനുശേഷം എല്ലാം വൃത്തിയാക്കി രണ്ടായി കീറിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി വെയിലത്ത് ഉണങ്ങാനിട്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ ഉണങ്ങിയെടുത്തതാണ്. വല്ലാതെ ഉണങ്ങിപ്പോയാൽ പിന്നെ കൊള്ളില്ല. ഇനി ടൗണിൽ വരെ പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എൻ്റെ മൾബരിക്കള്ളനെ കണ്ടോ? അതോ കള്ളിയോ? ഒരെണ്ണം തരില്ല. പിന്നെ പോണ്ടിലെ പോട്ടും ഒന്ന് നേരെയാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഗപ്പിയിളങ്ങാനും അകത്ത് കയറിയോ ആവോ അറിയില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. ഇനി ലിസ്റ്റ് വെച്ച് സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കുന്ന പരിപാടിയിലാണ്. ഞാൻ ഓരോന്നായി ഒത്തുനോക്കുകയാണ്. നേരത്തെ ഒരു പ്രാവശ്യം ഒരു പാക്കറ്റ് നട്ട്സ് കുറവുണ്ടായിരുന്നു. അതിൽ പിന്നെയാണ് ഇങ്ങനെ കാര്യമായ ചെക്കിംഗ് നടത്തുന്നത്. പിന്നെ എല്ലാം അതാത് പ്ലേസിൽ എല്ലാം കൊണ്ട് അടുക്കി പെറുക്കി വെച്ചു. അപ്പോഴേക്കും ടയേർഡായിപ്പോയി. എന്നാൽ പിന്നെ കുറച്ച് ജ്യൂസ് കുടിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ ശരീരവും മനസ്സും ഒക്കെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു. അങ്ങനെ ബാക്കിയുള്ളതും എടുത്തു വെച്ച് ബാഗും മടക്കി വെച്ചു. കൗണ്ടർ ടോപ്പ് ക്ലീനും ആക്കി. അപ്പോഴേക്കും ലഞ്ച് കഴിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേഗം ലഞ്ചൊക്കെ ചൂടാക്കി കഴിച്ചു. ഗീ റൈസും കറിയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര കാമായിട്ട് എല്ലാം അടുക്കി പെറുക്കി വെക്കാൻ പറ്റിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ച് ഐറ്റംസ് തീർന്നത് റീഫിൽ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതുകൂടി കഴിഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ കിച്ചണേ ഒരു സിമ്പിൾ കിച്ചണാണേ. ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് വിളയൊന്ന് മനോഹരിയാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, അല്ലേ? എങ്കിൽ ഈശ്വരൻ വീണ്ടും നമുക്ക് അനുഗ്രഹങ്ങൾ തരും. നമ്മൾ നന്ദിയില്ലാത്തവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയുകയില്ല. ഒരു കാര്യത്തിലും സന്തോഷം ഉണ്ടാവില്ല. ചെറിയ കാര്യം തന്നാലും എനിക്കിതുണ്ടല്ലോ എന്നോർത്ത് സന്തോഷമായി നന്ദിയുള്ളവരായിരുന്നാൽ വീണ്ടും നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ ഉള്ള കാര്യങ്ങളിൽ സന്തോഷമായിരിക്കണം. ഇതൊക്കെ നമ്മുടെ പേരൻസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ എൻ്റെ റീഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ നട്ട്സൊക്കെ ഇട്ട് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ കുറച്ചുനാൾ മുമ്പ് ഒരു പ്ലാറ്റർ വാങ്ങിയിരുന്നു. ഇങ്ങനെ സെക്ഷൻഡായിട്ടുള്ള പ്ലാറ്റർ. ഇത് നട്ട്സൊക്കെ സെർവ് ചെയ്യാൻ നല്ലതാണ്.
ഇത് ഞാൻ നേരത്തെ എൻ്റെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ കാണിച്ചെന്നേ ഉള്ളൂ. എൻ്റെ ഈ സിമ്പിൾ ഡേ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.